ശരീഅത്ത് നിയമപ്രകാരമുള്ള ജിം അതാണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ശരീഅത്ത് നിയമപ്രകാരമുള്ള ജിം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക മതാചാര പ്രകാരം മ്യൂസിക് ഒന്നും ഇല്ലാത്ത, ആണുങ്ങളും പെണ്ണുങ്ങളും മിങ്കിളായി വരാത്ത, ഒരു ഹാഫ് നേക്കഡ് ആയിട്ടുള്ള എന്താ വിഷ്വൽസ് ഒക്കെ പ്രദർശിപ്പിക്കുന്ന ജിമ്മുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല ഒരു അന്തരീക്ഷത്തിൽ ജിമ്മ് ഉദ്ദേശിക്കുക എന്നുള്ളതാണ് ആ ഒരു ആശയവുമായി വന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക ഒരു സലഫി ആശയങ്ങൾ പേറുന്ന ആൾക്കാരാണ് ഇതൊരു ഭയങ്കര വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ജിമ്മ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത്. നമ്മുടെ കേരളക്കാർ ഇത് വല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ കേരളത്തിന് പുറത്ത് റിപ്പബ്ലിക് ടി വി അതുപോലെ അർണബ് ഗോസ്വാമിയുടെ അടക്കമുള്ള പ്രധാനപ്പെട്ട നാഷണൽ മീഡിയ ഒക്കെ കേരളം അല്ലെങ്കിൽ ഒരു മിനി പാകിസ്ഥാനാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് കേരളത്തിന് പുറത്തുള്ള പല സ്റ്റേറ്റുകൾക്കുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഇതുപോലെയുള്ള കേരള സ്റ്റോറി പോലെയുള്ള മൂവികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കയറി വരുന്നത്. അവർ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രൊപ്പഗണ്ട മൂവികളിലൊക്കെ നമ്മുടെ കേരളത്തെ താറടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള വെടിമരുന്നുകൾ ഇടാതിരിക്കുക എന്നുള്ളത് ഒരു മാന്യമായ ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ ജിമ്മിനെ കുറിച്ച് പറയാം. നമ്മൾ എല്ലാവരും ഒരു ഫിസിക്കൽ ഹെൽത്ത് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ പ്രവാചകൻ്റെ കാലം മുതലൊക്കെ റസൂലൊക്കെ എന്ത് ചെയ്യും, ഓടാൻ പോകാറുണ്ട്. അതായത് ഒരു നമ്മൾ ഫിസിക്കലി നമ്മൾ സ്ട്രോങ് ആയിരിക്കുക, നമുക്ക് രോഗങ്ങളില്ലാതിരിക്കുക എന്നുള്ളതൊക്കെ നമ്മളുടെ ശരീരത്തോട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രീതിയാണ്, അത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുതിയ ജനറേഷൻ ആളുകൾ ഭയങ്കര ഹെൽത്തി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ജിമ്മിന് പോകാറുണ്ട്. സ്ഥിരമായിട്ട് ജിമ്മ് സന്ദർശിച്ചുകൊണ്ട് അവിടെ ബുക്കിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലാത്തവർ പോകാറില്ല. അപ്പോൾ അധ്യാപകരായ മുഅല്ലിമീങ്ങൾ ഉസ്താദുമാരൊക്കെ എന്ത് ചെയ്യുന്നു, പല ആളുകളും ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ആ ഫുഡ് സ്വാഭാവികമായിട്ട് ഒരു പ്രോപ്പർ എക്സസൈസ് ശരീരത്തിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ആർക്കും ഇതൊരു പ്രശ്നമാവുന്നില്ല. പക്ഷേ ഈ ഒരു ശരീരത്ത് നിയമപ്രകാരമുള്ള ജിമ്മ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇസ്ലാമിക് രീതിയിലുള്ള ജിമ്മ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിവൈഡായി പോവാണ്. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ പറയാം, ഇപ്പോൾ നമ്പൂതിരി ഹോട്ടലില്ലേ, ബ്രാഹ്മിൻസ് ഹോട്ടലില്ലേ, അവിടെ നോൺ വെജ് ഒഴിവാക്കി വെജ് മാത്രം കൊടുക്കുന്ന ഹോട്ടലുകളില്ലേ. അപ്പോൾ അതൊക്കെ അവർക്ക് എന്താ ഇപ്പോൾ നടത്താമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഇങ്ങനെ എന്താ പറയുക സെഗ്മെൻറ്റേഷൻ, സൊസൈറ്റിയിൽ നമ്മൾ സെഗ്മെൻറ്റേഷൻ ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ പലപ്പോഴും ഒരു ഇസ്ലാമോഫോബിയ ആയിട്ടുള്ള അല്ലെങ്കിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ പലപ്പോഴും എതിർത്ത് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള മറ്റു ഇതര മതസ്ഥർ തന്നെയാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വല്ല വർഗീയതയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നവർ പലരും മറ്റു ഇതര മതസ്ഥരായ ആൾക്കാരാണ്. അവർ പറയാനുള്ള കാരണം, ഞങ്ങളൊക്കെ അവരോടൊപ്പമാണ് ജീവിക്കുന്നത്, ഞങ്ങളൊക്കെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളൊക്കെ അവിടുത്തെ വീടുകളിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, അവരെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയരുതെന്നാണ് അവരൊക്കെ എന്ത് ചെയ്യുക, വളരെ ഹോണസ്റ്റ് ആയിട്ട് അവർ റീപ്ലൈ കൊടുക്കുക, അതിന് മറുപടി കൊടുക്കുക. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം അവരൊക്കെ നമ്മുടെ സൊസൈറ്റിയോടും നമ്മുടെ കൾച്ചറിനോടും നമ്മുടെ ജീവിതത്തോടൊക്കെ നിരന്തരമായി സമ്പർക്കം പുലർത്തി ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ജിമ്മ്, ഇത് കുറച്ച് കഴിഞ്ഞ് ക്രിസ്ത്യൻസിന് സെപ്പറേറ്റ് ജിമ്മ്, ഇനി ഹിന്ദുസിന് വേറെ ജിമ്മ്, ഇങ്ങനെയൊക്കെ ഒരു നമ്മുടെ കേരളത്തിൽ ഒരു സെഗ്മെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറപ്പെടാതിരിക്കുക, പരസ്പരം മനസ്സിലാക്കപ്പെടാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഇന്ന് എതിർക്കാൻ ഒരു വർഗീയത വരുമ്പോൾ അതിനെ നാനാഭാഗത്തുള്ള നമ്മുടെ സെക്കുലർ സൊസൈറ്റി കംപ്ലീറ്റ് എതിർക്കുമ്പോൾ ഇനി എതിർക്കാനുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ അതൊക്കെ ഒരു വിഷയമാണ്. കാരണം നമ്മൾ കൂട്ടം കൂടുന്ന, നമ്മളൊരു ഫെസ്റ്റിവൽ വെക്കുകയാണ്, ഇവിടെ ആഘോഷം വെക്കുകയാണ്, ആ ആഘോഷത്തിൽ മറ്റു ഇതര മതസ്ഥർക്ക് പങ്കെടുക്കുമ്പോൾ അവിടെ ശരിക്കും ഒരു മത സാഹോദര്യവും ഒക്കെ ഉറപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ആംഗിൾ എന്തിനുണ്ട്, ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കുണ്ട്. അപ്പോൾ അതിന് എതിരെ നിൽക്കുന്നതുകൊണ്ട് ഒരു സെഗ്മെൻറ്റേഷൻ നടത്തുക എന്നുള്ളത് ഒരു നല്ല പ്രവണതയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്കായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ജിമ്മുകളുണ്ട്. അങ്ങനെ മുസ്ലിം സ്ത്രീകൾക്ക് പ്രൈവറ്റ് ആയിട്ട് ജിമ്മ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വുമൻസ് ഓൺലി ആയിട്ടുള്ള ജിമ്മുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അവിടെ പോയി അവർ പ്രാക്ടീസ് നടത്തിക്കോട്ടെ, പ്രശ്നമല്ലോ. ഇനി മ്യൂസിക്കാണ് പ്രശ്നമെങ്കിൽ, മ്യൂസിക് ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത്. മ്യൂസിക്കാണ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾ ബാങ്കോ അല്ലാതെ ഈ ഖുർആനോ അതല്ലാതെ വല്ല പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ വല്ല ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകൾ ചെയ്തിട്ട് പിരിഞ്ഞു പോയാൽ മതി. നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി കൊടുക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF ഗവൺമെൻറ് വന്നതിന് ആർക്കും അത്ര പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് വർഗീയ ശക്തികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു തെരഞ്ഞെടുപ്പ് വിജയമാണ്. നമ്മൾ പടവെട്ടി നേടിയൊരു തെരഞ്ഞെടുപ്പ് വിജയമാണ്. വെള്ളാപ്പള്ളിനോടും സുകുമാരൻ നായരോടും അതുപോലെ ആരിഫ് ഹുസൈൻ അടക്കമുള്ള
ഒരുപാട് വർഗീയ വിദ്വേഷികളായ എല്ലാവരോടും പടവെട്ടിയിട്ടാണ് ഈ ഹെയ്റ്റ് കൾച്ചർ കേരളത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പിണറായി സർക്കാരിനെ പുറത്ത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ആ സമയത്ത് വന്ന് വീണ്ടും ഇതിന് വെടിമരുന്നിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്താം. കാരണം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു സെക്കുലർ ആവാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇത് ഒരു എന്താ പറയുക, നല്ലൊരു രീതിശാസ്ത്രമാണ്. നമുക്ക് മറ്റുള്ളവരെ അറിയാനും നമ്മളുടെ വിശ്വാസങ്ങളും നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ ഒരു മതത്തിലേക്ക് വരണം താല്പര്യം തോന്നാണെങ്കിൽ അവർ വിശ്വസിക്കട്ടെ, ജീവിക്കട്ടെ. നിങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സെഗ്മെന്റേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ, വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകൾ, ഇതൊക്കെ കണ്ട് വളർന്ന് ഉയർന്നു വരുന്ന ഒരു തലമുറ ഉണ്ടാവും. അവരെ പിന്നെ നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ജീവിത രീതി വരൂല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്.